ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കിയ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പുതിയ SUV ആണ് നമ്മുടെ സൊറൻറ്റോ ബേസ്ഡ് ആയിട്ടുള്ള വണ്ടി ഓർ ഇൻ്റർനാഷണലി വരുന്ന സൊറൻറ്റോ. ഇത് കാണുമ്പോൾ ഏകദേശം ഇൻ്റർനാഷണലി വരുന്ന സൊറൻറ്റോ പോലൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഇത് സൊറൻറ്റോയുടെ ഒരു അഡാപ്റ്റേഷൻ ആയിരിക്കും ഇന്ത്യക്ക് വേണ്ടി എന്നാണ് പറയുന്നത്. കാരണം ഒരു ഒറിജിനൽ സൊറൻറ്റോ പുറത്തുള്ള അതുപോലെ തന്നെ ഇവിടെ കൊണ്ട് CKD ആയിട്ടോ അല്ലെങ്കിൽ CB ആയിട്ടോ ഒക്കെ കൊണ്ടിറക്കുകയാണെങ്കിൽ എങ്ങനെയായാലും 10-40 ലക്ഷം അല്ലെങ്കിൽ അതിന് മുകളിലായിട്ടൊക്കെ നമ്മൾ പ്രൈസ് കൊടുക്കേണ്ടി വരും. അതിന് പകരമായിട്ടാണ് അവർ ഈ വണ്ടി ഇന്ത്യയിൽ അസംബിൾ ചെയ്തിട്ട് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. പണ്ട് അവർ ഈ വണ്ടി ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ MQ4 എന്ന് പറഞ്ഞ ഇന്റേണൽ കോഡ് നെയിം ഉള്ളൊരു വാഹനം, അതായത് സെൽട്ടോസിൻ്റെ മോളിൽ പ്ലേസ് ചെയ്യാൻ പോകുന്ന ഒരു 7 സീറ്റർ SUV ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത് ആ വണ്ടിയുടെ ഒരു അഡാപ്റ്റേഷൻ ആയിരിക്കാം. എനിവേ സൊറൻറ്റോ നമുക്ക് CB ആയിട്ടായിരിക്കില്ല കിട്ടുന്നത്. ഒരു സൊറൻറ്റോ എന്ന് പറഞ്ഞ പേരിൽ ഇറക്കുകയാണെങ്കിൽ പോലും ഈ വണ്ടി മാക്സിമം ഇന്ത്യയിൽ തന്നെയായിരിക്കും അസംബിൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ കുറച്ച് പാർട്സൊക്കെ വരുമായിരിക്കും പുറത്തുനിന്ന്, അല്ലാതെ നമുക്ക് ഡിസൈനൊക്കെ വരുന്ന ഏകദേശം ഇൻ്റർനാഷണലി വരുന്ന, അതായത് ഈ ഒരു സൊറൻറ്റോ പോലൊക്കെ തന്നെയായിരിക്കും. ഡയമെൻഷൻസ് എടുക്കുകയാണെങ്കിൽ ഈ വണ്ടി അത്യാവശ്യം നല്ല വലിയ വണ്ടിയാണ്. 4.8 മീറ്റേഴ്സിന് എടുത്ത് വാഹനത്തിൽ ലെങ്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2.8 മീറ്റേഴ്സിന് മുകളിൽ ഇതിന് വീൽ ബേസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വിഡ്ത്തൊക്കെ എന്തായാലും 1.8-1.9 മീറ്റേഴ്സിന് അടുത്തൊക്കെ കാണും. സോ അങ്ങനെ ഓവറോൾ ഡയമെൻഷൻസിൻ്റെ കേസിലൊന്നും നമുക്ക് ഒരു രീതിയിലും പേടിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഡിസൈൻ ആണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാം, അത്യാവശ്യം കിയയുടെ ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ വണ്ടി അവർ ഈ അടുത്ത കാലത്തായിട്ട് 1 വർഷം മുന്നെയാണ് അപ്ഡേറ്റ് ചെയ്ത് ഇറക്കിയത്. ഇതിന് മുന്നത്തെ വണ്ടി ഇങ്ങനെ അല്ലായിരുന്നു. ഇത് പക്ഷേ കുറച്ചും കൂടെ നമ്മുടെ ഇപ്പോഴത്തെ സെൽട്ടോസുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും കിയയുടെ പുതിയ ഓപ്പോസിറ്റ് യൂണിറ്റ് അങ്ങനെ എന്തൊരു ഡിസൈൻ ഫിലോസഫിയിൽ വരുന്നൊരു വണ്ടിയാണിത്. ഏതായാലും റിയർ ഡിസൈനൊക്കെ കുറച്ച് ഡിഫറൻ്റ് ആണ്. ഇപ്പോഴത്തെ വണ്ടികൾ കിട്ടുന്ന പോലെ കണക്റ്റഡ് ടൈൽ ലാംപ്സ് ഒന്നും ഈ വണ്ടിയിലില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം നമ്മുടെ ഇപ്പോഴത്തെ പല ഹ്യുണ്ടായി വണ്ടികളൊക്കെ കാണുന്ന പോലെ ഭയങ്കര കട്ട്സ് ആൻഡ് ക്രീസൊക്കെ ഉള്ള ടൈപ്പ് ഡിസൈനാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. ഡിസൈനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഉറപ്പായിട്ടും കമൻസിൽ പറഞ്ഞേക്കുക. ഇഷ്ടപ്പെട്ടോ അതോ ഇല്ലയോ എന്ന്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് ഈ വണ്ടി 3 റോ കൺഫിഗറേഷൻ അല്ലെങ്കിൽ 7 സീറ്റർ കൺഫിഗറേഷനോ ചിലപ്പോൾ 6 സീറ്റർ കൺഫിഗറേഷനിൽ വരെ അങ്ങനെയായിരിക്കും കിട്ടുന്നതെന്ന്. ഇൻ്റർനാഷണലി വരുന്ന സൊറൻറ്റോയുടെ 3rd റോ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇത്രയും സ്പേസ് ആണ് കിട്ടുന്നത്. ഇനി 3rd റോ ഫോൾഡ് ചെയ്തില്ലെങ്കിൽ പോലും അത്യാവശ്യം സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്, അത് ബൂട്ട് സ്പേസ് ആയിട്ട്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ എടുക്കുകയാണെങ്കിലും ഇതിൻ്റെ അകത്ത് നമുക്ക് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീല്, സ്റ്റിയറിംഗ് മോഡൽ, ഓഡിയോ കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾ, ലെവൽ 2 ADAS, പിന്നെ 12.3 ഇഞ്ചസിൻ്റെ 2 സ്ക്രീനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് സെൻറ്റർ കൺസോൾ കാണാം. മൊത്തത്തിൽ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഡാഷ്ബോർഡ് ലേഔട്ടാണ് വരുന്നത്. ഡ്യുവൽ സോൺ AC ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡ്രൈ മോഡ്സ് ഉണ്ട്, ഗിയർ നോബ് ട്രാക്ഷൻ മോഡ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ സീറ്റ്സ് ഇൻ്റർനാഷണലി വരുന്ന ഹീറ്റഡും ആണ് വെന്റിലേറ്റഡും ആണ്. പിന്നെ ഹീറ്റഡ് സ്റ്റിയറിംഗ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇന്ത്യയിൽ നമുക്ക് വെന്റിലേഷൻ മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. മിക്കവാറും ബാക്കിലത്തെ സീറ്റിലും ഇന്ത്യയിൽ വെന്റിലേഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് അവരുടെ പ്രീമിയം ഓഫറിംഗ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ EV9-നും കാർണിവലിനും താഴെയായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് പാനോറാമിക് സൺറൂഫ് ഉണ്ടാവും. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും, കിയയുടെ വണ്ടി എന്ന് പറയുമ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു കുറവ് വരാറില്ലല്ലോ. അതൊക്കെ എന്തായാലും ഈ വണ്ടിക്കകത്തുണ്ടാവും. പിന്നെ നമുക്ക് സെൽട്ടോസിൽ കിട്ടുന്ന 360 ക്യാമറ ആയിക്കോട്ടെ. സോ ബേസിക്കലി എല്ലാ സാധനം ഞാനിങ്ങനെ ഓരോന്നോരോന്നെടുത്ത് പറയാൻ നിൽക്കുന്നില്ല. നമുക്കിനി ജസ്റ്റ് ഇതിൻ്റെ സീറ്റ്സ് ഒക്കെ നോക്കാം. സോ ഇതാണ് ഫ്രണ്ട് സീറ്റ്സ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ അപ്പോൾസ്ട്രി ഇപ്പോൾ ഇത് കാണുന്നത് ഒരു ബ്ലാക്ക് ഓർ ബ്ലൂയിഷ് ടൈപ്പ് കളറാണ്. നമുക്കതല്ലാതെ ഇനി ബാക്കിലേക്ക് വേണമെങ്കിൽ ഇതിനകത്ത് മൾട്ടിപ്പിൾ കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഇൻ്റർനാഷണലി വരുന്ന അത് കളർ ഓപ്ഷൻസ് ഇന്ത്യയിൽ കിട്ടണമെന്നില്ല. സോ അതാണ് അത് കളർ ഓപ്ഷൻസിൽ അധികം പറയാത്തത്. എനിവേ സെക്കൻഡ് റോ നമുക്ക് ഈ ഒരു കൺഫിഗറേഷനിലാണ് കിട്ടുന്നത്. സീറ്റ്സ് ഒക്കെ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. പിന്നെ നടുവിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആംറസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ്. ബാക്കിൽ AC വെൻസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ മറ്റേ അൽക്കസാലൊക്കെ കിട്ടുന്ന നമുക്ക് ട്രേ ഒക്കെ ഇതിനകത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ പിന്നെ കപ്പ് ഹോൾഡേഴ്സും സാധനങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു വെൽ ലോഡ് ആൻഡ് സ്പേഷ്യസ് ആയിട്ടുള്ള സെക്കൻഡ് റോ സീറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അഗെയിൻ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കളർ ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ബ്ലൂ, അതുപോലെ ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ അങ്ങനെയൊക്കെ ആയിട്ട് അവർ ഇൻ്റർനാഷണലി കൊടുക്കുന്നുണ്ട്. ഇനി 3rd റോ സീറ്റ്സ് നമുക്ക് ഈ ഒരു ഡിസൈനിലാണ് വരുന്നത്. 2 പേർക്കാണ് 3rd റോയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത്. ബാക്കിൽ AC വെൻസും കപ്പ് ഹോൾഡേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. സ്പേസ് എങ്ങനെയുണ്ടെന്നുള്ളത് ഇവിടെ വരുമ്പോൾ നമ്മൾ കണ്ടറിയേണ്ടി വരും. എന്തായാലും ആവശ്യത്തിനുള്ളൊരു ഡീസൻറ്റ് എമൗണ്ട് സ്പേസ് ആയിരിക്കും ഇതിനകത്ത് കിട്ടുന്നത്. ഭയങ്കര ഓവർ സ്പേഷ്യസ് ആവാനുള്ള സാധ്യതയില്ല. കാരണം പൊതുവെ എപ്പോഴും ഈ ഒരു കാറ്റഗറിയിലുള്ള SUVs എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സ്പേസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. എനിവേ ഓവറോൾ നമുക്ക് ക്യാബിനിൽ കിട്ടുന്ന ഒരു സ്പേസിങ് സംഭവങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഇനി നമുക്ക് പവർ ട്രെയിൻ ഓപ്ഷൻസിനെ പറ്റി സംസാരിക്കാം. ഈ വണ്ടി മാത്രമല്ല, കിയ ഇന്ത്യയിൽ 3 വണ്ടികളാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു വണ്ടിയാണ് 7 സീറ്റർ SUV എന്നവർ പറയുന്നത്. സൊറൻറ്റോയുടെ ഇവിടെ ടെസ്റ്റിംഗ് തുടങ്ങിയാണ് നമ്മൾ സൊറൻറ്റോയെ പറ്റി സംസാരിക്കുന്നത്. ആൻഡ് ഈ വണ്ടി ഹൈബ്രിഡ് ഫോർമാറ്റിലായിരിക്കും നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നത്. ഇൻ്റർനാഷണലി ഇതിന് പല പവർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 2.5 ലിറ്റർ എൻ എഞ്ചിൻ ഉണ്ട്, ഏകദേശം 190 PS പവറാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതുപോലെ 2.5 ലിറ്റർ ടർബോ പെട്രോൾ ഉണ്ട്, ഏകദേശം 250-260 ഹോഴ്സ് പവറിന് അടുത്തെന്താണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് 1.6 ലിറ്റർ ടർബോ ഹൈബ്രിഡ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലഗ് ഹൈബ്രിഡും അവൈലബിൾ ആണ്. സോ ഇതിനകത്ത് നമുക്ക് ഇന്ത്യയിൽ കിട്ടും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് 1.6 ലിറ്റർ ടർബോ പെട്രോൾ ഹൈബ്രിഡ് ഓപ്ഷനാണ്. ഇതിൻ്റെ പ്ലഗിൻ ഹൈബ്രിഡിന് ഏകദേശം 280 ഹോഴ്സ് പവറിന് അടുത്താണ് വരുന്നത്. നമുക്ക് ഇന്ത്യയിൽ പ്ലഗിൻ ഹൈബ്രിഡ് കിട്ടുന്നതിലും സെൽഫ് ചാർജിങ് ഹൈബ്രിഡാണ് സാധ്യതയുള്ളത്. കാരണം നമുക്ക് അതാണ് കോമൺ ആയിട്ട് കിട്ടുന്നത്. ഇനി JSWൻ്റെ പുതിയ മറ്റേ ജെറ്റോർ T2 ബേസ്ഡ് ആയിട്ടുള്ള വണ്ടി വരുന്നതാണ്. ആകെപ്പാടെ അത്രയും വലിപ്പമുള്ള ആ ഒരു പ്രൈസ് അല്ലെങ്കിൽ ഒരു 40-50 ലാക്സിൻ്റെ അകത്ത് വരാൻ പോകുന്ന ആകെയുള്ള പ്ലഗിൻ ഹൈബ്രിഡ്
ഓപ്ഷൻ. ഈ വണ്ടി എന്തായാലും കിയ അങ്ങനെ റിസ്ക് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അത്ര റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തൊരു കമ്പനിയാണ്. അതുകൊണ്ടാണ് അവർ സെഡാനോ ഹാച്ച് ബാക്സോ അങ്ങനത്തെ ഒരു ഓപ്ഷൻസും എക്സ്പ്ലോർ ചെയ്യാത്തത്. ആകെപ്പാടെ നമുക്ക് ഇന്ത്യയിൽ കിയയുടെ വാഹനങ്ങൾ കിട്ടുന്നത് SUVs ആണ്, അല്ലെങ്കിൽ MPVs ആണ്. എനിവേ പിന്നെ ഇതല്ലാതെ, അതായത് നമുക്ക് ഇൻ്റർനാഷണലി വരുന്ന പവർട്രെയിൻ ഒന്നെങ്കിൽ ഒരു ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളത് സെൽറ്റോസിലും ക്രെറ്റയിലും ഇനി അടുത്ത വർഷം ഹൈബ്രിഡ് പവർട്രെയിൻ വരാൻ പോകുന്നുണ്ട്. അത് 1.5 ലിറ്റർ എഞ്ചിൻ ബേസ്ഡ് ആയിട്ടായിരിക്കും വരുന്നതെന്നാണ് പറയുന്നത്, 4 സിലിണ്ടർ യൂണിറ്റ് തന്നെ. സോ ആ ഒരു ഹൈബ്രിഡിൻ്റെ കുറച്ചും കൂടെ ഒരു അതായത് ലോക്കലൈസ്ഡ് ഹൈബ്രിഡ് സിസ്റ്റം ആണ് അത്, പക്ഷേ അതിൻ്റെ കുറച്ചും കൂടെ ഒരു പവറൊക്കെ ട്വീക്ക് ചെയ്തിട്ടുള്ള വേർഷൻ ഈ വണ്ടിയിൽ ഉപയോഗിക്കാം എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് പ്രൈസ് കുറച്ചും കൂടെ കുറയ്ക്കാൻ പറ്റും. മറ്റതിപ്പോൾ 1.6 ലിറ്റർ എഞ്ചിൻ പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, അതിന് ടർബോ പെട്രോൾ വേർഷൻ അതുപോലെ ഹൈബ്രിഡ് ആക്കുക, അങ്ങനെയൊക്കെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. സോ ആ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനാണ് ഇപ്പോൾ ഇങ്ങനത്തെ ന്യൂസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ 1.6 ലിറ്റർ ഓൾ വീൽ ഡ്രൈവ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്, ടർബോ പെട്രോൾ ഹൈബ്രിഡ് ഓൾ വീൽ ഡ്രൈവ് ആയിട്ടും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിനൊരു സ്പെസിഫിക് വേരിയൻ്റ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. ടോപ്പ് എൻഡിൽ നമുക്ക് 17 ഇഞ്ച് മറ്റേ ഹൈ പ്രൊഫൈൽ വീൽസും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്ക് മൾട്ടിപ്പിൾ ട്രാക്ഷൻ മോഡ്സ് സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. സോ ആവശ്യത്തിന് കേപ്പബിൾ ആക്കാൻ അവർ നോക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ നമുക്ക് ഓൾ വീൽ ഡ്രൈവ് എക്സ്പെക്റ്റഡ് ആയിരുന്നു, പക്ഷേ 1.5 ലിറ്റർ ഹൈബ്രിഡ് ആണ് വരുന്നതെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് വരുമല്ലോ നമ്മൾ കണ്ടറിയേണ്ടി വരും. ഇനി ഈ വണ്ടിയുടെ ലോഞ്ച് ഏകദേശം 2027 ഒരു സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ നമ്മുടെ ഒന്നെങ്കിൽ സെൽറ്റോസിൻ്റെ ഹൈബ്രിഡും ക്രെറ്റയുടെ പുതിയ ജനറേഷനൊക്കെ വന്നതിന് ശേഷമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 2026 എൻഡ് എന്ന് പറയുന്നുണ്ട്, നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതല്ലാതെ കിയ കൺഫേം ചെയ്തിരിക്കുന്ന ബാക്കി 2 വണ്ടികളുണ്ട്. അതിൽ അടുത്ത വാഹനം നമ്മുടെ കാർണിവലിൻ്റെ ഹൈബ്രിഡാണ്. നമുക്കിപ്പോൾ കാർണിവൽ 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വെച്ചിട്ടാണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ല ഹൈ പ്രൈസ് പോയിന്റിലാണ് വരുന്നത്. 65 lakhs എൻ്റെ അടുത്താണ് എക്സ്ഷോറൂം പ്രൈസ് തന്നെ വരുന്നത്. സോ ഓൺ റോഡ് നമുക്ക് 70 lakhsന് മുകളിലായിട്ട് പോകും ഈ വണ്ടി. എന്തായാലും ആ ഒരു പ്രൈസ് പോയിന്റിൽ അവർ ഈ വാഹനത്തിൽ നമുക്ക് വെൽഫെയറിലൊക്കെ ഹൈബ്രിഡ് കിട്ടുന്നുണ്ടല്ലോ. അത് പക്ഷേ ഇതിന് ഡബിൾ കോസ്റ്റിലാണ് വരുന്നത്. സ്റ്റിൽ അപ്പോൾ കിയ വിചാരിച്ച് കാണും നമുക്ക് എന്നാൽ പിന്നെ കാർണിവലിലും കൂടെ ഒന്ന് ഹൈബ്രിഡ് ഓഫർ ചെയ്ത് നോക്കാമെന്ന്. ഇതിൻ്റെ അകത്ത് ഇൻ്റർനാഷണലി ഓൾറെഡി ഹൈബ്രിഡ് വരുന്നുണ്ട്. നമ്മുടെ സെയിം 1.6 ലിറ്റർ എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റമാണ് ഇതിൻ്റെ അകത്തും ഇൻ്റർനാഷണലി വരുന്നത്. ആൻഡ് അത് ഏകദേശം 240 ഹോഴ്സ് പവർ ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇത് CBU ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അവർ മിക്കവാറും ആ സെയിം പവർ ട്രെയിൻ ഇതിനകത്ത് കൊടുക്കാനാണ് സാധ്യതയുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഇനി ഈ വണ്ടി ലോക്കലൈസ് ചെയ്ത് ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ CKD ആയിട്ടെങ്കിലും ഉണ്ടാക്കേണ്ടി വരും. എന്നാൽ ഇവിടെ അവരിനി ലോക്കലൈസ് ചെയ്ത് നിർമ്മിക്കും നമ്മുടെ 1.5 ലിറ്റർ ഹൈബ്രിഡ് ഒക്കെ ഇതിനകത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഈ വണ്ടിയുടെ കേസിൽ നമുക്ക് കൂടുതലും 1.6 ലിറ്റർ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതും 2027-28 ആ ഒരു സമയത്തിനുള്ളിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഈ പറഞ്ഞ വണ്ടികളുടെ എല്ലാം 2030-നുള്ളിൽ അവർ ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ്. സോ എല്ലാം ഈ വർഷം അല്ലെ അടുത്ത വർഷമൊക്കെ ആയിട്ട് വരണം നിർബന്ധമൊന്നുമില്ല, 2030-നുള്ളിൽ വന്നാലും മതി. ഇനി അടുത്ത നമ്മുടെ കിയയുടെ സിറോസ് EV ആണ്. സിറോസ് അവർ കഴിഞ്ഞ വർഷം സ്റ്റാർട്ടിങ്ങിലാണ് ഇറക്കിയത്, 2025 ഫെബ്രുവരി ആ ഒരു സമയത്ത്. എന്തായാലും അത്യാവശ്യം നല്ലൊരു വലിയ ഫ്ലോപ്പായിരുന്നു. മിക്ക മാസങ്ങളിൽ ഒരു 500-600 ആ റേഞ്ചിലാണ് ഈ വണ്ടിക്ക് സെയിൽ കിട്ടാറുള്ളത്. അവരിപ്പോൾ ഈ അടുത്ത് ചെറിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, പ്രൈസൊക്കെ കുറച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഈ വണ്ടിയുടെ സെയിൽസ് അത്ര അങ്ങോട്ട് പിക്കപ്പ് ചെയ്യുന്നില്ല. എന്തായാലും ഇനിയിപ്പോൾ ഇലക്ട്രിക് വേർഷൻ അത് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് കാലമായിട്ട്. ഇതിൻ്റെ ഇലക്ട്രിക് വേർഷനാണ് അവർ ഞാനീ പറഞ്ഞ 3 വണ്ടികൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടിരുന്നത്. അത് 2026 അവസാനമൊക്കെ ആകുമ്പോഴേക്കും വരും എന്നാണ് പറയുന്നത്. സോ ആ വണ്ടി വരുമ്പോഴെങ്കിലും ഇതിന് കുറച്ചെങ്കിലും സെയിൽ കിട്ടും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. അറ്റ്ലീസ്റ്റ് ക്രെറ്റ EVയിലൊക്കെ ഉള്ള ആ ഒരു സെയിം ബാറ്ററി സൈസിങ്ങിൽ ഇതിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 400 കിലോമീറ്റേഴ്സിനടുത്തൊക്കെ ഇതിനകത്ത് അച്ചീവബിൾ റേഞ്ച് വേണമെങ്കിൽ കിട്ടും. നോർമലി ഒരു 350 കിലോമീറ്റേഴ്സൊക്കെ നമ്മൾ ഇച്ചിരി റാഷായിട്ട് ഓടിക്കുകയാണ് കിട്ടും. പക്ഷേ എന്നാലും ക്രെറ്റയ്ക്ക് നല്ല എഫിഷ്യൻസി ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് അത്രയും ഒരു 400 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 450 കിലോമീറ്റേഴ്സ് വരെയൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട് ജസ്റ്റ് 51.4 കിലോമീറ്റർ ബാറ്ററി പാക്കിൽ. ഇനി അതാണ് നമ്മുടെ ഇപ്പോഴത്തെ കിയയുടെ അപ്ഡേറ്റ്സ്. എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.